കൈലാസയാത്രയിൽ ഏറ്റവും കഠിനമായ ഒന്നാണ് കൈലാസ ഇന്നർ കോർ പരിക്രമണം. സമുദ്രനിരപ്പിൽ നിന്ന് 19,000 അടി മുകളിൽ കൈലാസനാഥന്റെ ദക്ഷിണ മുഖത്തോട് ചേർന്ന് കിടക്കുന്ന അതീവ അപകടകരമായ പാതയിലൂടെ വേണം ഇവിടെ എത്താൻ. അഷ്ടപഥും നന്ദിപർവ്വതവും കടന്ന് മഹാദേവന്റെ പാദസ്പർശമേറ്റ ചരൺ സ്പർശിലേക്ക് നടത്തുന്ന ഈ പുണ്യയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇന്നർ കോറ പരിക്രമണം ഒരുപാട് പേരുടെ സ്വപ്നമാണ്. എന്നാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ ഒരിക്കലും സാധിക്കാത്ത ഒരിടം കൂടിയാണ്. അതിന് പോകുന്ന വഴിയും നമുക്ക് അടുത്ത് തന്നെയാണ്. ഈ വഴിയിലൂടെയാണ് ഇന്നർ കോറ പരിക്രമണത്തിന് പോകുക. ഇന്നർ കോറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വഴികളുണ്ട്. അത് ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട്, പല ഭാഗങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വളരെ അപൂർവം പേര് തന്നെ അത് ഒരുമിച്ച് ചെയ്യുള്ളൂ. പല ഭാഗങ്ങളായിട്ട് ഇപ്പോൾ ചെയ്യുന്നവരുണ്ട്. പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പെർമിഷൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ യാത്രയും വേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറില്ല 13 വർഷം പോയി ഒരു പരിക്രമണം കഴിഞ്ഞ് ചെയ്യണം എന്നാണ് പറയാ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ പലരും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനൊക്കെ എന്താണ് ആഫ്റ്റർ എഫക്ട്സ് അതൊന്നും നമുക്കിപ്പോ നമ്മൾ ജഡ്ജ്മെന്റ് ആവണ്ട. കാരണം വെച്ചാൽ ഭഗവാൻ അവരനുവദിക്കുന്നതുകൊണ്ടാണല്ലോ അവരോട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വഴി നമുക്ക് സ്വീകാര്യമാണെങ്കിൽ എടുക്കുക. മറ്റൊരാൾ പോകുമ്പോൾ അത് ശരിയല്ല തെറ്റില്ല എന്ന് നമ്മൾ വിധിക്കാൻ ആളല്ല. ഇത് തെറ്റാണ്, തടയണം എന്ന് ഭഗവാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം തന്നെ തടയപ്പെടും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിന്റെ പരിണിത ഫലം എന്താണ്, അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്, എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത് എന്നുള്ളതൊക്കെ കാലം, അത് നല്ലതാണോ പൊട്ടയാണെന്നൊക്കെ കാലം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഇന്നർ കോറ പരിക്രമണത്തിന് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേയും കൂടി മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ കാണും. അത് പണ്ട് ഋഷിവര്യന്മാരൊക്കെ തപസ് ചെയ്തിരുന്ന അവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പോഴും അങ്ങനെ ഒരു തിയറി ഉണ്ട്. അതായത് ഷാങ്ക്രില എന്ന് പറയുന്ന സിദ്ധയോഗികളുടെ പ്രദേശമാണത്. അത് ക്രിയായോഗികൾ കൂട്ടമായി വസിക്കുന്ന ഒരു പ്രദേശം, ഷാങ്ക്രില എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശം ഇതിന്റെ അകത്താണെന്ന്, കൈലാസത്തിനകത്താണെന്നും അതിന് യോഗ്യരായവർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അതിലേക്കുള്ള കവാടം തുറന്നു കിട്ടും എന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ചിലപ്പോൾ രാത്രി കാലങ്ങളിലായിരിക്കും സഞ്ചരിക്കേണ്ടി വരിക. പകല് കാറ്റുള്ള പ്രഭാവം കാരണം പകല് ചിലപ്പോൾ സഞ്ചാരം ഉണ്ടാവില്ല. മാത്രമല്ല വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞത്. ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള യോഗ്യത നമുക്കുണ്ടെന്നുള്ള വരുന്ന സമയത്ത് നമ്മളത് പോകും. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില വിശ്വാസങ്ങൾ അനുസരിച്ച് നമുക്ക് ഇനിയും സമയം വേണം. ഈ ബുദ്ധമതക്കാർക്കൊക്കെ അത് ഏത് സമയത്തും ചെയ്യാം എന്നുള്ളത്. ടിബറ്റിലുള്ള ജനതയിൽ പലരും അത് ചെയ്യുന്നവരാണ്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമല്ല. അവരിവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്കാരാണ്. രണ്ടാമത് അവരുടെ ഭക്തി എന്ന് പറയുന്നത് നമുക്കിപ്പോ നാളെ പരിക്രമണം ചെയ്യുമ്പോൾ കാണാം. അതായത് ഒരു സ്ഥലത്ത് കിടന്ന് അതിന്റെ ശയന പ്രദക്ഷിണം ചെയ്യുന്ന പോലെ അവർ കിടന്നുകൊണ്ട് ഓരോ സ്ഥലത്തും നമസ്കാര പ്രദക്ഷിണം ചെയ്തു വരുന്ന കാണാം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെറൈൻ, ഇപ്പൊ നിങ്ങൾക്ക് തണുപ്പ് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ രണ്ടുപേരും കൈയുള്ളിൽ കാരണം കൈകൾ നമ്മുടെ മരവിക്കാൻ തുടങ്ങി. പറയുമ്പോ പ്രസന്നമായിട്ട് പുറമേ നിന്ന് കാണുന്നില്ല. ഈ കാണുന്നൊക്കെ മഞ്ഞാണ് കിടക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും കിടക്കുന്നത് പിന്നിലൊക്കെ മഞ്ഞാണ്. അപ്പൊ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇത്രയും നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നിട്ട് നമുക്ക് തണുക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്ത് നമുക്ക് ചെറിയതായിട്ടൊരു 10 അടി നടക്കുമ്പോഴേക്കും നമ്മൾ കിതയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ നമസ്കാര പ്രദർശനമൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയേറെ ശരീരക്ഷമത ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. ഭക്തി ഇല്ലെങ്കിൽ ആ ഡ്രൈവ് കിട്ടില്ല, ഡ്രൈവ് ഫോഴ്സ് വരുന്ന വ്യക്തിയാണ്. അപ്പൊ അവർ ചെയ്യുന്നവരുണ്ട്, ഇന്നർ പരിക്രമണം ചെയ്യുന്നവരുണ്ട്. ഇന്നർ പരിക്രമ ഇപ്പോഴും അധികം വീഡിയോസിലും മൊഴികളിലൊന്നും വരാത്ത വാർത്തയാണ്. അതൊരു പരിധി വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നർ പരിക്രമയ്ക്ക് പോകുന്നവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ബാധ്യത കൂടി. അപ്പൊ ആ ഒരു മെച്യൂരിറ്റി എത്തിയ ആൾക്കാരായിരിക്കും പലപ്പോഴും ആ സ്ഥാനത്തെത്തുക. അത് ഗൂഢമായ വിശ്വാസങ്ങളാണ്. ആ ഗൂഢമായ എല്ലാ വിശ്വാസങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ചില കാര്യങ്ങൾ നമ്മൾ പൊതുജന സമക്ഷം ഏവർക്കും ലഭ്യമാവുന്ന രീതിയിൽ ഉപേക്ഷിക്കരുത്. കാരണം ഇപ്പൊ നമ്മുടെ തന്നെ നോക്കൂ, സനാതന സംസ്കാരത്തില് എന്താ ശങ്കരാചാര്യർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ ആ നിർബന്ധിത മത പഠനം വേണം എന്ന് പറയാതിരുന്നത്? അദ്ദേഹത്തിന് പറയാന്നല്ലോ, ഇത്രയേറെ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഈ വ്യവസ്ഥകളെ മുഴുവൻ ലഘൂകരിച്ച് അല്ലെങ്കിൽ ഇവിടുന്നുള്ള ആളെ അവിടെ നിന്നുള്ള ആളെ എന്നുള്ള രീതിയിൽ പരസ്പരം ഒരു നൂല് കെട്ടുന്ന പോലെ കോർത്തിണക്കിയ ഒരാളാണ്. നൂല് കോർത്തെടുക്കുന്ന പോലെ അദ്ദേഹത്തിന് എന്ത് എല്ലാവർക്കും മതപഠനം വേണം എന്ന് പറയാതിരുന്നു? അപ്പോ അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. നമ്മൾ മൂർച്ചയുള്ള ഒരു കത്തി സ്വയം രക്ഷിക്കാൻ വേണ്ടി ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കില്ല. കൊടുത്താൽ ആ കുട്ടി സ്വയം മുറിവേൽപ്പിക്കുകയായിരിക്കും. മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത സ്വയം മുറിവേൽപ്പിക്കാനായിരിക്കും. അപ്പൊ വളരെ പക്വത നിറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് നമ്മളിത് കൊടുക്കുക. അപ്പൊ ആ പക്വതയുള്ളവരെ ഇവിടേക്ക് എത്താൻ പാടും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ, ഗൂഢമായിട്ടുള്ള ചില സത്യങ്ങൾ അത് എല്ലാവരും അറിയേണ്ടതല്ല. അവിടേക്ക് എത്തുമ്പോൾ അർഹതയുള്ളവർ അറിയേണ്ടതാണ്.
അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇന്നർ കോറയെ പറ്റിയിട്ട് ഇന്നർ കോറ നമുക്ക് പറയാം, ആൾക്കാർക്ക് താല്പര്യം വരികയാണെങ്കിൽ അവർ ചെയ്യട്ടെ എന്നല്ലാതെ ഇന്നർ കോറയിൽ കാണുന്ന കാര്യങ്ങളും ഇന്നർ കോറയിലെ മുഴുവൻ അനുഭവങ്ങളും പറയാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ ശരി. എന്റെ അഭിപ്രായം ശരിയായിക്കൊള്ളുമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. മറ്റൊരു ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാവാം, കുഴപ്പമില്ല.